മുണ്ടത്തിക്കോട് വെടിപ്പുരയിലെ അപകടത്തെപ്പറ്റിയുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണ പരിധിയിൽ ഉദ്യോഗസ്ഥ വീഴ്ചയും അന്വേഷിക്കും. വെടിക്കെട്ട് നിർമ്മാണത്തിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നത് കമ്മീഷൻ പരിശോധിക്കും. വെടിക്കെട്ട് അപകടത്തിന്റെ കാരണങ്ങളും സാഹചര്യവും അടക്കം 5 പരിഗണനാ വിഷയങ്ങളാണുള്ളത്. ബിനിൽ വിശദാംശങ്ങൾ നൽകും. ബിനിൽ, മുണ്ടത്തിക്കോട് അപകടത്തിൽ എന്തൊക്കെയാണ് വീഴ്ചകൾ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് വിശദമായ പരിശോധനയിലേക്ക് കടക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ, ആഴത്തിലുള്ള ഒരു അന്വേഷണവും തെളിവെടുപ്പും ഇക്കാര്യത്തിൽ നടത്താനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ കമ്മീഷന്റെ പരിഗണനയിലേക്ക് വരിക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അപകടത്തിന്റെ കാരണങ്ങളും സാഹചര്യങ്ങളും കണ്ടെത്തുക എന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ഇതിൽ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നത് ഒരു പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമായി സർക്കാർ തന്നെ നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. കാരണം ഇതെല്ലാം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ നടക്കേണ്ട കാര്യമാണ്. കാരണം അവിടെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വെടിമരുന്നുകൾ സൂക്ഷിക്കുക, അത് കൈകാര്യം ചെയ്യുക, അതൊക്കെ ഓരോ സമയത്തും കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതാണ്. ഒരു പരിശോധനയും ഇല്ലാതെ ഇത്തരത്തിൽ വലിയ രീതിയിൽ വെടിമരുന്നുകൾ സൂക്ഷിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഉദ്യോഗസ്ഥ വീഴ്ചയുമുണ്ട്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥ വീഴ്ച കൂടി ഇതിന്റെ ഒരു പരിഗണനാ വിഷയമായി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അക്കാര്യം കൂടി കമ്മീഷൻ പരിശോധിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ശുപാർശ നൽകാൻ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം, അതിന് പുതിയ സാങ്കേതിക വിദ്യകൾ ഈ വെടിക്കെട്ടുകളുടെ നിർമ്മാണത്തിലും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലുമൊക്കെ തന്നെ കൊണ്ടുവരാൻ കഴിയുമോ, ആ കാര്യം കൂടി പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകാനാണ് ജുഡീഷ്യൽ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ ആദ്യഘട്ടത്തിൽ ഈ സംഭവ സ്ഥലവും സന്ദർശിക്കുകയും ഈ പരിക്കേറ്റവരെയൊക്കെ കാണുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി മുന്നോട്ട് പോകാനുള്ളത് ഓഫീസ് തുറക്കണം, അതിനോടൊപ്പം തന്നെ സ്റ്റാഫുകൾ വേണം, വിശദമായ തെളിവെടുപ്പിനുള്ള സൗകര്യങ്ങൾ വേണം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാണ് കമ്മീഷൻ ആലോചിക്കുന്നത്. എന്തായാലും ഇനി പുതിയ സർക്കാർ വരണം. ആ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും സ്വാഭാവികമായും ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ പൂർണ്ണ തോതിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോവുക.